നമസ്കാരം. ഏത് വിധേനയും തൻ്റെ ചിത്രവും തൻ്റെ പേരും എല്ലായിടങ്ങളിലും എത്തണം എന്നുള്ളതാണ് പല ഭരണാധികാരികളുടെയും താല്പര്യം. മുൻപ് ഒരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഫേസ് എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ ഫേസ്, എവിടെ നോക്കിയാലും ഫ്ലക്സ് കാണണം. ഇങ്ങനെയാണ് ഇപ്പോൾ പിണറായി വിജയനും ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെയും ദേവസ്വം ചെയർമാൻ്റെയും വലിയ ഫ്ലക്സുകളാണ് ഉയർത്തിയിരിക്കുന്നത്. ശബരിമല ഇടത്താവളമായ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ പിണറായി വിജയൻ്റെയും ദേവസ്വം ഓഫീസേഴ്സിൻ്റെയും എല്ലാം ഇതുപോലുള്ള ഫ്ലക്സ് വച്ചതിനെ ഹൈക്കോടതി അതിനിശിതമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നു. ദേവസ്വം ചെയർമാനും ദേവസ്വം ഓഫീസേഴ്സുമെല്ലാം ദേവസ്വത്തിൻ്റെ നോക്കി നടത്തിപ്പുകാർ മാത്രമാണ്, സൂക്ഷിപ്പുകാർ മാത്രമാണ്. അവർ ഒരിക്കലും ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരല്ല. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ആര് ചെയ്താലും അംഗീകരിക്കത്തക്കതല്ല എന്ന് കോടതി അതിനിശിതമായി തന്നെയാണ് പിണറായി വിജയനെയും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസർമാരെയും ചെയർമാനെയും എല്ലാം ഹൈക്കോടതി നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. ശബരിമല ഇടത്താവളങ്ങളിൽ വലിയ വലിയ തുകകൾ മുടക്കി ഫ്ലക്സ് വയ്ക്കുന്നതിന് പകരം അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അത് അന്നദാനമായി കൊടുക്കുകയാണെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്നാണ് ഹൈക്കോടതി ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് അനീഷ് കെ നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണനുമാണ് ഇത്തരത്തിൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും ക്ഷേത്രാങ്കണത്തിൽ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർത്തുന്ന പിണറായി വിജയന്റെ ഇടുങ്ങിയ ചിന്താഗതിയോടും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി പിണറായി വിജയന്റെ മർമ്മത്ത് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അനാവശ്യമായി തന്നെ കോടതികളുടെ മെക്കിട്ടേക്ക് കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു. കൊത്തി മുറത്തിക്കേറി കൊത്തുന്നൊരവസ്ഥയിലായിരുന്നു മുഖ്യമന്ത്രി. ഇത് വയനാട്ടിൽ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭ്യമല്ല എന്നുള്ളൊരു വിഷയത്തിൽ ഹൈക്കോടതി കൃത്യമായി തന്നെ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടക്കുമ്പോൾ എത്ര കോടി രൂപയാണ് SDR ഫണ്ടിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി തന്നെ കോടതി പിണറായി വിജയനോട് ചോദിക്കുകയുണ്ടായി, സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ ഒറ്റ ഇരിപ്പിൽ ഒറ്റ ശ്വാസത്തിൽ കോടതിക്ക് നൽകാൻ സാധിക്കില്ലെന്നും ജില്ല കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ അതാത് ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് ലഭ്യമാക്കാം എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് പറഞ്ഞത്. കോടതിയുടെ ഇടപെടലുകൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു എന്ന് പിണറായി വിജയൻ പരസ്യമായി പറയുകയുണ്ടായി. കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർ അവർക്ക് കൃത്യമായ സമയത്ത് വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാറുണ്ട്. അത് അത്ര ശരിയായ പ്രവണതയല്ല എന്ന് കോടതികളെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും രംഗത്ത് വരികയായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ മാടമ്പി എന്നൊക്കെ വിളിച്ച് പിണറായി വിജയൻ ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ അതിന് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, രാജാവാണ് വലിയ ആള്. എന്നാൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് കൃത്യമായി ഒന്ന് മനസ്സിലാക്കണം, പ്രജകളും രാജ്യവും ഉണ്ടെങ്കിലേ രാജാവുള്ളൂ. ഈ രാജാക്കന്മാർ ഇത് മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നിങ്ങനെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിണറായി വിജയന് മറുപടി കൊടുത്തത്. ന്യായാധിപന്മാർ മൂല്യാധിഷ്ഠിതമായി തന്നെയാണ് വിധികൾ പ്രസ്താവിക്കാറുള്ളത്, അല്ലാതെ വെറുതെ അതുമിതും പറയുകയല്ല എന്ന രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതികരിച്ചതും പിണറായി വിജയന്റെ മർമ്മത്തടിക്കുന്നത് പോലെ പ്രതികരിച്ചതും. അതിനുശേഷമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ കൂറ്റൻ ഫ്ലക്സ് കണ്ടപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി വഞ്ചിയൂർ കോടതിക്ക് മുൻവശത്തായി റോഡ് അടച്ചുകെട്ടിക്കൊണ്ട് CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയതിനെ കുറിച്ചും കോടതി സ്വമേധയാ കേസെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ സ്ഥലം SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ നേരിട്ടെത്തി സത്യവാങ്മൂലം കൊടുക്കണം എന്ന് തന്നെ കോടതി ഇപ്പോൾ പറയുന്നു. ഈ വിഷയത്തിൽ, അതായത് പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചുകെട്ടി പൊതുവഴി അടച്ചുകെട്ടി പൊതുപരിപാടി നടത്തിയ CPM-നെതിരെ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ എന്ന് കോടതി ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് സ്വന്തമായ കോടതിയും വക്കീലും പോലീസും എല്ലാം ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും CPM-ഉം പെരുമാറുന്നത്. പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചുകെട്ടി പൊതുവഴി അടച്ചുകെട്ടിക്കൊണ്ട് അവിടെ പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും CPM പാളയത്ത് ഏരിയ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഈ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തതായിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും കോടതി അത് പ്രത്യേകം എടുത്തു ചോദിക്കുകയുണ്ട്. ഏത് നേതാവാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചത്, ആരൊക്കെയാണ് പങ്കെടുത്തത്, ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ സ്ഥലം പോലീസ് SI കോടതിയിലെത്തി സത്യവാങ്മൂലം നൽകണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2021 സുപ്രീം കോടതി വിധിയെ തന്നെയാണ് ഇപ്പോൾ
ഡിസംബർ 5-ാം തീയതി CPM മറികടന്നിരിക്കുന്നത്. അഥവാ കോടതി അലക്ഷ്യം തന്നെയാണ് CPM നടത്തിയിരിക്കുന്നത്. പൊതുവഴികൾ അടച്ചുകെട്ടി പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് ഒരു തരത്തിലും പൊതുപരിപാടികൾ ഒരു പാർട്ടിയും നടത്താൻ പാടില്ല എന്നുള്ള കോടതി വിധി അതിലംഘിച്ചുകൊണ്ട് തന്നെയാണ്, കോടതി അലക്ഷ്യം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി തന്നെ കോടതി സ്വമേധയാ കേസെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊത്തി മുറത്തിക്കേറി കൊത്തുന്ന രീതിയിൽ പിണറായി വിജയൻ കോടതിയെയും ജസ്റ്റിസുമാരെയെല്ലാം വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി കോടതിയും കൃത്യമായ രീതിയിൽ വടിയെടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പിണറായി വിജയന്റെയും ദേവസ്വം അധികൃതരുടെയും കൂറ്റൻ ഫ്ലക്സുകൾ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഭക്തന്മാർ ക്ഷേത്രത്തിൽ എത്തുന്നത് ഈശ്വര ദർശനത്തിന് വേണ്ടിയാണ്, അത് ഈശ്വരനെ കാണാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെയോ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയോ അഥവാ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയോ കൂറ്റൻ ഫ്ലക്സുകൾ കാണാൻ വേണ്ടിയല്ല, ദേവീ ദേവന്മാരെ ദർശിക്കുവാൻ വേണ്ടിയാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരം തേടി ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ ദേവനെ കാണാൻ വേണ്ടിയാണ് എത്തുന്നത്, പിണറായി വിജയനെ കാണാൻ വേണ്ടിയല്ല എന്നുള്ളത് തന്നെയാണ് കോടതി കൃത്യമായി തന്നെ പിണറായി വിജയന്റെ മർമ്മത്തടിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിണറായി വിജയന്റെ കൂറ്റൻ ഫ്ലക്സുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.